ഈ ഒരു ആഴ്ചയിൽ വന്നിട്ടുള്ള പ്രധാനപ്പെട്ട കുറച്ച് മോട്ടോർ സൈക്കിൾ അപ്ഡേറ്റ് ആണ്. എല്ലാ അപ്ഡേറ്റും ഈ ഒരു വീഡിയോയിൽ നോക്കാം. ഫസ്റ്റ് അപ്ഡേറ്റ് ബജാജിൻ്റെ ഭാഗത്തു നിന്നാണ്. ബജാജിൻ്റെ ചേതക്കിൻ്റെ ഇലക്ട്രിക് സ്കൂട്ടറിൻ്റെ പുതിയ മോഡൽ ഡിസംബർ 20 ലോഞ്ച് ചെയ്യുന്നുണ്ട്. പുതിയ മോഡലിന് കുറച്ച് മാറ്റങ്ങളൊക്കെ വരുന്നതായിരിക്കും. കുറച്ചും കൂടി പ്രീമിയം ക്വാളിറ്റി വണ്ടിക്ക് ഉണ്ടാവും. അതുപോലെ തന്നെ മോർ ഫീച്ചേഴ്സ് ഒക്കെ വണ്ടിക്ക് വരുന്നതായിരിക്കും. രണ്ടാമത്തെ അപ്ഡേറ്റ് കവാസാക്കിയുടെ ഭാഗത്തു നിന്നാണ്. കവാസാക്കിയുടെ നിഞ്ച XS 1100 മോഡൽ ഇപ്പോൾ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ പോകുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതിൻ്റെ ഓൾഡ് മോഡൽ ഒരു 1000 cc ആണ്. കറക്റ്റ് CC 1043 cc ആണ്. പുതിയ മോഡലൊക്കെ വരുമ്പോൾ ഡിസ്പ്ലേസ്മെൻറ്റ് കൂടിയിട്ടുണ്ട്. 1100 cc ആക്കി മാറ്റിയിട്ടുണ്ട്. ഒരു 1100 cc ഇൻലൈൻ 4 സിലിണ്ടർ എഞ്ചിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഡിസ്പ്ലേസ്മെൻറ്റ് കൂടിയിട്ടുണ്ടെങ്കിലും പവർ കുറയാണ് ചെയ്തിട്ടുള്ളത്. പഴയ മോഡലിന് 142 bhp ആണെങ്കിൽ പുതിയ മോഡലിന് 135 bhp ആണ്. പിന്നെ ടോർക്ക് കുറച്ച് കൂടിയിട്ടുണ്ട്. പഴയതിന് 111 ആണെങ്കിൽ ഇപ്പോൾ 113 Nm ആണ്. ഉടനെ ഈ ഒരു ബൈക്ക് ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. വണ്ടിയുടെ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു പ്രൈസ് ഒരു 14 ലക്ഷം രൂപയാണ് എക്സ് ഷോറൂം. മൂന്നാമത്തെ അപ്ഡേറ്റ് TVSൻ്റെ ഭാഗത്തു നിന്നാണ്. TVSൻ്റെ റോണിൻ 225ൻ്റെ പുതിയൊരു മോഡൽ അവർ അൺവെയിൽ ചെയ്തിട്ടുണ്ട്. 2025 ജനുവരിയോടുകൂടി പുതിയ റോണിൻ 225 മാർക്കറ്റിൽ വരും. വണ്ടിക്ക് വന്നിട്ടുള്ള പ്രധാനപ്പെട്ട മാറ്റം ഒന്ന് കളേഴ്സിലാണ്. പുതിയ കളേഴ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 3 കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ മിഡ് വേരിയൻറ്റിന് ഡുവൽ ചാനൽ ABS വരുന്നുണ്ട്. വേറെ വലിയ കാര്യമായിട്ടുള്ള മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പ്രൈസിങ്ങിൽ ചെറിയ മാറ്റം ഉണ്ടാവും. കുറച്ച് വണ്ടിക്ക് പ്രൈസ് കൂടാൻ സാധ്യതയുണ്ട്. നാലാമത്തെ അപ്ഡേറ്റ് KTMൻ്റെ ഭാഗത്തു നിന്നാണ്. KTMൻ്റെ അഡ്വഞ്ചർ 390Sഉം അഡ്വഞ്ചർ 390ൻ്റെ എൻഡ്യൂറോ മോഡൽ 6ഉം ഉടൻ തന്നെ ബുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വീക്ക് തന്നെ വണ്ടിൻ്റെ ബുക്കിംഗ് ഒഫീഷ്യലി സ്റ്റാർട്ട് ചെയ്യും. വണ്ടി ലോഞ്ച് ചെയ്യാൻ പോകുന്നത് 2025 ജനുവരിയിലാണ്. 390S എന്ന് പറയുന്നത് നമ്മളെ പഴയ KTMൻ്റെ 390ൻ്റെ ഒരു അപ്ഡേറ്റഡ് മോഡലാണ്. പുതിയൊരു മോഡലാണ്. വണ്ടിൻ്റെ ഡിസൈനൊക്കെ പുതിയതാണ്. ഫ്രണ്ട് സെക്ഷൻ ആയാലും ബാക്കിലെ സെക്ഷൻ ആയാലും സൈഡ് വ്യൂ ഒക്കെ എല്ലാം പുതിയതായിട്ടാണ് അവർ നിർമ്മിച്ചിട്ടുള്ളത്. പിന്നെ വണ്ടിക്ക് പുതിയ എഞ്ചിനാണ് യൂസ് ചെയ്തിട്ടുള്ളത്. KTMൻ്റെ 399 cc സിംഗിൾ സിലിണ്ടർ LC4C ലിക്വിഡ് കൂൾഡ് DOC എഞ്ചിൻ തന്നെയായിരിക്കും യൂസ് ചെയ്തിട്ടുള്ളത്. ഈ രണ്ട് മോഡലും ഉടൻ തന്നെ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതായിരിക്കും. അടുത്ത അപ്ഡേറ്റ് യമഹയുടെ ഭാഗത്തു നിന്നാണ്. യമഹയുടെ MT-03ക്ക് ചെറിയ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. പുതിയൊരു കളേഴ്സിലാണ് MT-03 വരാൻ പോകുന്നത്. പിന്നെ വണ്ടിക്ക് ഒരു LCD മീറ്റർ കൺസോളാണ്. അതിലിപ്പം ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ വണ്ടിക്ക് ഒരു അസിസ്റ്റന്റ് സ്ലിപ്പർ ക്ലച്ചും കൂടി കൊടുത്തിട്ടുണ്ട്. എഞ്ചിനൊക്കെ സെയിം തന്നെയാണ്. 321 cc ടിൻ സിലിണ്ടർ എഞ്ചിനാണ്. ലിക്വിഡ് കൂൾ എഞ്ചിനാണ്. മാക്സിമം പവർ 42 ബേസ് ആണ്. മാക്സിമം ടോർക്ക് 29.6 Nm ഓഫ് ടോർക്കും 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. ഈ ഒരു അപ്ഡേറ്റഡ് മോഡൽ ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യുന്നതാണ് പറയുന്നത്. ലാസ്റ്റ് അപ്ഡേറ്റ് പുതിയ TVSൻ്റെ അഡ്വഞ്ചർ ബൈക്ക് ഇപ്പോൾ ടെസ്റ്റിംഗിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. TVS ഓൾറെഡി ഷോക്കേസ് ചെയ്തതാണ് അവരുടെ എഞ്ചിൻ. ഒരു 300 cc എഞ്ചിനാണ്. RTX T4 എന്ന് പറഞ്ഞിട്ടാണ് ആ ഒരു എഞ്ചിൻ്റെ പേരൊക്കെ വരുന്നത്. ആ ഒരു എഞ്ചിൻ വെച്ചിട്ടാണ് പുതിയ അഡ്വഞ്ചർ ബൈക്ക് അവർ നിർമ്മിക്കാൻ പോകുന്നത്. ആ ഒരു ബൈക്ക് ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ആ ഒരു ബൈക്ക് എന്ന് കരുതപ്പെടുന്ന ബൈക്ക് ഇപ്പോൾ ടെസ്റ്റിങ്ങിൽ സ്പോട്ട് ചെയ്തിട്ടുണ്ട്. ഈ ഒരു സ്പോട്ടിങ്ങിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ നോക്കാം. ഒന്ന്, ഇതൊരു അഡ്വഞ്ചർ ടൂറാണ്. ഓഫ് റോഡിങ്ങിനും ടൂറിങ്ങിനൊക്കെ പറ്റിയുള്ള ഒരു ബൈക്കാണ്. പ്രോപ്പർ ആയിട്ടുള്ള ഒരു അഡ്വഞ്ചർ മാത്രമല്ല, വലിയൊരു ടാങ്ക് റേഞ്ചിലായിരിക്കും വണ്ടി വരാൻ പോകുന്നത്. ഫ്രണ്ട് സെക്ഷൻ നോക്കുവാണെങ്കിൽ വലിയൊരു വിൻസ്ക്രീൻ കൊടുത്തിട്ടുണ്ട്. ഒരു LED ലൈറ്റ് തന്നെയായിരിക്കും വണ്ടിക്ക് വരാൻ പോകുന്നത്. ഫ്രണ്ടിൽ 21 ഇഞ്ചും ബാക്കിൽ 17 ഇഞ്ചിന്റെ സ്പോക്ക് വീൽ ടയറാണ് വണ്ടിക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. സീറ്റിംഗ് നോക്കുവാണെങ്കിൽ സ്പ്ലിറ്റ് സീറ്റ് ആണ്. വണ്ടിയുടെ എഞ്ചിൻ ഒരു 300 cc സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾഡ് ഡബിൾ ഓവർ ഗഡ് ക്യാംഷാഫ്റ്റ് ആയിട്ടുള്ള എഞ്ചിൻ തന്നെയാണ്. 35 bhp പവറും 28.5 Nm ടോർക്കാണ്. 2025 ജൂൺ ടു ജൂലൈയിലാണ് വണ്ടി ഇന്ത്യയിലേക്ക് ലോഞ്ച് ചെയ്യാൻ TVS പ്ലാൻ ചെയ്യുന്നത്.